മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്കു വേണ്ടി സാഹചര്യങ്ങൾ മാറില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളാണ് മാറേണ്ടത്. യോഗമില്ലെന്നു കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്നു കരുതി മുന്നോട്ട് കുതിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ്. വിമർശനങ്ങളെ ഭയന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിയപ്പെടുന്ന ഒരു സമയം വന്നു ചേരുക തന്നെ ചെയ്യും. അതുവരെ കാത്തിരിക്കുക. ഭക്തരെ, വ്യവസ്ഥകൾ ഇല്ലാതെ സ്നേഹിക്കുക. ഉദ്ദേശങ്ങൾ ഇല്ലാതെ സംസാരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം നിങ്ങൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നതിൻ്റെ ഫലമാണ് നിങ്ങളുടെ നാളത്തെ ജീവിതം. നിങ്ങൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പകുതിയും അവസാനിക്കും. ഭക്തരെ, സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. എന്ത് സംഭവിക്കുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഒരു തൂവൽ നഷ്ടപ്പെട്ടെന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമ ചോദിക്കൽ കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണങ്ങാൻ അത് പ്രാപ്തമാകണമെന്നില്ല. ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം. മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വളരെ വൈകിപ്പോയിട്ടുണ്ടാകും. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങി എന്ന് തന്നെയാണ്. സംസാരമാണ് ബന്ധങ്ങളുടെ നട്ടെല്ല്. ഭക്തരെല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയിരിക്കുക. എല്ലാ ഭക്തരിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഓം നമഃ ശിവായ.